ബ്രസീൽ കഴിഞ്ഞ കളിയിൽ ഇറക്കിയ സെയിം 11 ഇറക്കിയേക്കും എന്നാണ് ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ ആഞ്ചലോട്ടിയോട് 11 ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറയാൻ തയ്യാറായില്ല. കാരണം ഞാനത് പറഞ്ഞാൽ നിങ്ങൾ ജേർണലിസ്റ്റുകൾ വളരെ റിലാക്സ് ആയിട്ടായിരിക്കും കളിക്കുക വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ചിന്തിക്കുക നിങ്ങളും ചിന്തിക്കുക എന്നൊക്കെ തമാശ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ 11 എന്താണെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ബ്രസീൽ മാധ്യമങ്ങളൊക്കെ നൽകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെ ഇറങ്ങിയോ അതുപോലെ. അതൊരു മാറ്റമാണ്. സാധാരണ ആഞ്ചലോട്ടി ഇങ്ങനെ 11 റിപ്പീറ്റ് ചെയ്യാറില്ല. കഴിഞ്ഞ കളി കളിച്ചത് അടുത്ത കളിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താറുണ്ട്. ഒരു മാറ്റവും ഇല്ലാതെ ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതാണോ ബ്രസീലിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ? ഈ 11 ആണോ ജപ്പാനെതിരെ ഇത്? ടീമിൽ ഒരു മാറ്റവും ഇല്ലാതെ ബ്രസീൽ ടീമിനെ ഇറക്കുന്നുണ്ടെങ്കിൽ കാണിക്കുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ എങ്ങോട്ടാണ് ബ്രസീൽ പോകേണ്ടത്, ഏത് രീതിയിലാണ് കാണിക്കുക, ആ രീതിയിൽ പോകുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ വളരെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ് അല്ലേ. അത് ഞങ്ങൾ നല്ല രീതിയിൽ കളിച്ചതുകൊണ്ടാണ്, നല്ല ടീമായിട്ട് കളിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ ടീമിനെ നിലനിർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, കഴിഞ്ഞ ഇതിൽ നമ്മൾ ഏറ്റവും നല്ല നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ഇത് തന്നെയാണ്. ഒരുപാട് നമ്മൾ മിഡ്ഫീൽഡ് ഫോർവേഡ് ഈ ഒരു 5-6 പ്ലേയേഴ്സ് ഒക്കെ ഏറ്റവും നല്ലത് ക്രിയേറ്റീവായിട്ട് ഫുട്ബോളിനെ കാണുന്ന രീതിയിൽ നൽകുന്ന. കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ ഗിമറസ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത നല്ല 2 അസിസ്റ്റുകൾ. അപ്പോൾ ഗിമറസ് അതേപോലെ തന്നെ മത്യാസ് കുഞ്ഞ നല്ല രീതിയിൽ, വിനീഷ്യസ് ജൂനിയർ പറഞ്ഞ ആവശ്യമില്ല, മത്യാസ് കുഞ്ഞിന്റെ കേസിൽ ആ പൊസിഷനിങ് കണ്ടില്ല. നമ്മളിപ്പോൾ ഒരു കറക്റ്റ് നമ്മൾ ട്രഡീഷണൽ സ്ട്രൈക്കറുടെ രീതിയല്ല നിർത്തിയത്. അതിനെ പറ്റിയിട്ട് ഇന്ന് റൊണാൾഡോ ഫെനോമിനോ, നമ്മുടെ റൊണാൾഡോ നസാരിയോ പറയുന്നുണ്ട്, പഴയ പോലെയുള്ള ലേതൽ സ്ട്രൈക്കേഴ്സ് അല്ല, ഇപ്പൊ കളി ഒരുപാട് മാറി. അപ്പോൾ കുഞ്ഞിനെ പോലുള്ള ഒരാൾ ഡിഫൻസിൽ കൂടി വേണമെങ്കിൽ അവിടെ സഹായിക്കും, അറ്റാക്കിൽ വേണമെങ്കിൽ അവിടെയും സഹായിക്കും. കളിയിൽ വലിയ മാറ്റമുണ്ട്. ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞാണ് അത്. പക്ഷേ കളിയിൽ ചിലപ്പം ഗോൾ അടിച്ചവരുടെ പേരിൽ കുഞ്ഞുണ്ട്. അതെല്ലാം പറയുന്നത് ഒരു സ്ട്രൈക്ക്. പണ്ട് ഇപ്പോൾ റൊണാൾഡോ 8 ഗോൾ 2002 വേൾഡ് കപ്പിൽ, അതുപോലെയുള്ള ഒരു സ്ട്രൈക്കർ അല്ലെങ്കിലും കളിക്ക് വലിയ രൂപത്തിൽ സഹായം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫാൾസ് 9 എന്നുള്ള രൂപത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ ആ ഒരു രീതിയിൽ ആഞ്ചലോട്ടി ഫ്രീഡം കൊടുത്തു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്താ പറയുക, മിഡ്ഫീൽഡായിട്ട് ആക്ച്വലി എന്താ പറയുക ഒന്നുകൂടി ലിങ്ക് ചെയ്യാൻ, ഡീപ്പായിട്ട് ഇറങ്ങിയാണ്ടൊക്കെ കളിക്കാനും, അതേപോലെ വിനീഷ്യസിന് ഒന്നുകൂടി മിഡിലേക്ക് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്ലാങ്കിലേക്ക് ഒന്നുകൂടി വൈഡായിട്ട് ഡ്രിഫ്റ്റ് ആയിട്ട് ആ രീതിയിൽ ഒരുപാട് സ്പേസ് ഉണ്ടാക്കാനും പറ്റും. അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ ഈ മാത്യാസ് കുഞ്ഞന്റെ രീതിയിലുള്ള കളി വേണമെന്നുണ്ടെങ്കിൽ ഗോൾ അടിക്കാനും. ഇനിയിപ്പോൾ ഗോൾ അടി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഫ്രാൻസിന്റെ എന്താ പറയാ, നമ്മുടെ ഡെമ്പലിയും എംബാപ്പിയും മാത്രമാണ് 4-4. ഇവർ 4-3, മാത്യാസ് കുഞ്ഞ 3 ഗോൾ അടിച്ചും ചെയ്തു എന്നുള്ളതാണ്. മാത്യാസ് കുഞ്ഞ 3 ഗോൾ അടിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞതാണ്, ഈ വിനീഷ്യസ് സെൻട്രലിലേക്ക് പോകുമ്പോൾ ആ സൈഡിൽ വന്നിട്ട് ഡിഫൻസീവ് വർക്ക് വേണമെങ്കിൽ എടുക്കാൻ, അതായത് ആ ഫ്ലാങ്കിലൂടെ അങ്ങോട്ട് താഴേക്ക് എതിരാളികൾ ഇറങ്ങാതിരിക്കാൻ കുഞ്ഞ സപ്പോർട്ട് ചെയ്യുമ്പോൾ വിനീഷ്യസിന് കൂടുതൽ സെൻട്രലിലേക്ക് പോകാനും പറ്റിയുള്ള സ്പേസ് ഉണ്ടാകുന്ന എന്നുള്ളതാണ്. അതാണ് ഇപ്പം ബ്രസീൽ ഈ ഒരു കോമ്പിനേഷനിൽ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. പിന്നെ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഏത് കോമ്പിനേഷനിലും ഉണ്ടാവും. ഡാനിലോനെ ചിലർ അപ്പം അധികം സ്ലോ ആയിട്ടുണ്ട്, കാസമിറോ സ്ലോ ആണ്. ആദ്യ കളി സ്ലോ ആയിരുന്നെങ്കിലും പിന്നത്തെ 2 കളിയിൽ അത്ര സ്ലോ ആണ് എന്നുള്ള ഫീൽ. നല്ല കളി, നല്ല രീതിയിലുള്ള ഇതാണ്, ബോക്സിൽ നല്ലൊരു ക്ലിയർ നല്ല കളി കളിച്ചിട്ടുണ്ട്. അതാണ് കാസമിറോ ആദ്യ കളികളിൽ കുറച്ച് വിമർശനങ്ങൾ വന്നെങ്കിലും പിന്നെ അദ്ദേഹം ബെറ്റർ ആയി മാറിയിട്ടുണ്ട്. നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഫിസിക്കലി പോകും ചിലപ്പോൾ. അതാണ് ചിലപ്പോൾ ആദ്യ കളിയിൽ കാസമിറിന്റെ കേസിൽ കാർഡൊക്കെ വാങ്ങിയിട്ടുള്ളതൊക്കെ അതാണ്. അപ്പോൾ പക്ഷെ എങ്ങനെയാണ് നല്ല രീതിയിൽ കളിക്കണം രീതിയിൽ തന്നെ ഒരു കളി കളിച്ച് കഴിഞ്ഞ കളിയിലൊക്കെ കണ്ടത്. കഴിഞ്ഞ 2 കളിയിലും കാസമിറോയുടെ ഒരു നല്ല രീതിയിലുള്ള പുരോഗതി തന്നെയാണ് കണ്ടത്. അതാണ്. അപ്പോൾ ഇതിൽ ഇന്നലെ കോച്ച് എടുത്ത് പറയുന്നുണ്ട് ഈ പേരുകളൊക്കെ, കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, മാത്യാസ് കുഞ്ഞ, ലൂക്കാസ് പക്വേറ്റ എല്ലാവരും നല്ല കളി കളിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡാനിലോന്റെ കാര്യത്തിൽ, ഡാനിലോ അല്ലാതെ ഇപ്പോൾ ഇബാനസിനെ ഇപ്പോൾ ഫസ്റ്റ് കളി ഇറക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ബ്രസീലിൽ അത് ശരിക്കും തിരിച്ചടിയായത് വെസ്ലിയുടെ പരിക്കാണ്. അല്ലെങ്കിൽ റൈറ്റ് വിങ് ബാക്കിൽ ഒരു കിടിലൻ പ്ലെയർ ഉണ്ടായേനെ. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഡഗ്ലസ് സാന്റോസിനെ പറയണം. ഇടത് വിങ് ബാക്ക് പോസ്റ്റിലെ ആൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു 11 ഗോൾ കീപ്പർ അലിസൺ ബക്കർ, ഡിഫൻസിലെ മാർക്കിഞ്ഞോസും ഗബ്രിയൽ മഗല്ലസും, ഇരുപാർശ്വങ്ങളിലായിട്ട് നമ്മുടെ ഡാനിലോയും അതുപോലെ ഡഗ്ലസ് സാന്റോസും, മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗുയിമറസ്, ലൂക്കാസ് പക്വേറ്റ, മുന്നേറ്റത്തിൽ മാത്യാസ് കുഞ്ഞ, ഇരുപാർശ്വങ്ങളിലായിട്ട് നമ്മുടെ വിനി ജൂനിയറും റയാനും.